സൈലം ടീച്ചിങ് എക്സാംസിൻ്റെ ഒരു പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മളോട് സ്ഥിരം ചോദ്യം ചോദിക്കുന്ന ഒരു വിഭാഗമാണ് കോൺകോഡ് എന്ന് പറയുന്നത്, അല്ലേ? എന്താണ് കോൺകോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെന്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകോഡ് എന്ന് പറയുന്നത്. എന്താണ് ഈ സബ്ജക്റ്റും വെർബും തമ്മിൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് സബ്ജക്റ്റും വെർബും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എഗ്രിമെന്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബ് എല്ലായ്പ്പോഴും ആരായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. അതുപോലെ തന്നെ സെന്റൻസിന്റെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വെർബും ആര് തന്നെ ആയിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? ഫോളോ ചെയ്യേണ്ടത്. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വെർബ് സിംഗുലാർ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ. അപ്പൊ ഈ ഒരു എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കോൺകോഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരുപാട് റൂൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലേ? പലതരത്തിലുള്ള സിംഗുലാർ സബ്ജക്ട്സ് വരുമ്പോൾ അവയുടെ കൂടെ എങ്ങനെയുള്ള വെർബ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സബ്ജക്ട്സ് വരുമ്പോൾ ഇപ്പൊ സിംഗുലാർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിക്കൊണ്ട് അതിൻ്റെ കൂടെയുള്ള വെർബ്, നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് റൂൾസ് നമ്മൾ കോൺകോഡിൽ പഠിക്കുന്നുണ്ട്. ഇന്ന് അതിൽ നിന്ന് വളരെ ചെറിയൊരു സെക്ഷൻ, വളരെ ചെറുതാണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ടത്, സ്ഥിരമായിട്ട് പരീക്ഷകൾക്കെല്ലാം ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ വളരെ ചെറിയ ഒരു ടോപ്പിക്ക്, ഈ ഒരു എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വളരെ ചെറിയ ഒരു ടോപ്പിക്ക്, ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നോക്കാം എന്താണ്, ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്ന് നോക്കാം. നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ തമ്മിൽ 5 കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ നോർ, ലാസ്റ്റ് ആരെയാണ് എഴുതിയിരിക്കുന്നത്? നോട്ട് ഓൺലി ബട്ട് ആൾസോ. സോ എയ്തർ ഓർ എന്ന് പറയുമ്പം ഇത് ഓർത്തിരിക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം എയ്തർ ഓർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് ഓർക്കാൻ പറ്റുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നെയ്തർ നോർ എന്ന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എയ്തർ ഓറിൽ നിന്ന് എയ്തറിനെ എടുത്തു മാറ്റിയാൽ പിന്നെ ആരാണുള്ളത്? ഓർ ആണുള്ളത്. അതുപോലെ തന്നെ നെയ്തർ നോറിൽ നിന്നും ആ നെയ്തറിനെ എടുത്തു മാറ്റിയാൽ പിന്നെ അവിടെ ആരുണ്ട്? നോറുണ്ട്. അപ്പൊ എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ നോർ. പിന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, അത് നമുക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്, അല്ലെ? നോട്ട് ഓൺലി ബട്ട് ആൾസോ. അപ്പം ഈ 5 കാര്യങ്ങളെ ഓർത്തിരിക്കുക. എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ നോർ. ഈ 5 പേരിൽ ആരെങ്കിലും ഒരാളെ വെച്ച് നമ്മൾ 2 സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുവാണെങ്കിൽ എപ്പോഴും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണോ അതിനോടായിരിക്കണം എഗ്രി ചെയ്യേണ്ടത്. സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണോ അതിനോട് എഗ്രി ചെയ്യണം. എന്ന് പറഞ്ഞാൽ 2 സബ്ജക്ട്സുകളെ തമ്മിലാണ് നമ്മൾ എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ കൊണ്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ വെർബ് ആരോട് എഗ്രി ചെയ്യണം? രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ആരാണോ അതിനോട് എഗ്രി ചെയ്യണം. എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ വെർബ് സിംഗുലാർ ആയിരിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും ആരായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഇതാണ് നമ്മളുടെ ഈ ഒരു റൂളിൽ പറയുന്ന കാര്യം. സോ റൂൾ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാം എന്നുള്ളത്, ഈ ഒരു റൂളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. എന്താണ് ആദ്യത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? നെയ്തർ ജോൺ നോർ ഹിസ് ബ്രദേഴ്സ് ഡാഷ് ഹാർഡ് വർക്കിംഗ്. നെയ്തർ ജോൺ നോർ ഹിസ് ബ്രദേഴ്സ് ഡാഷ് ഹാർഡ് വർക്കിംഗ്. ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ ആരെ വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്? നെയ്തർ നോർ കൊണ്ട് കണക്ട് ചെയ്തു. ആരെയൊക്കെ? ജോൺ എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെയും അതുപോലെ തന്നെ ഹിസ് ബ്രദേഴ്സിനെയും. അപ്പൊ ഇവരെ രണ്ടുപേരെയും തമ്മിൽ നമ്മൾ നെയ്തർ നോർ കൊണ്ട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇവിടെ ഉപയോഗിക്കേണ്ട വെർബ് ആരോട് എഗ്രി ചെയ്യണം? ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റായ ഹിസ് ബ്രദേഴ്സിനോടാണ് എഗ്രി ചെയ്യേണ്ടത്. ഈ ഹിസ് ബ്രദേഴ്സ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെർബ് ആരായിരിക്കണം? തീർച്ചയായിട്ടും പ്ലൂറൽ ആയിരിക്കണം, അല്ലേ?
പ്ലൂറൽ ആവേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഈസും ഹാസും ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം, കാരണം അത് രണ്ടും സിംഗുലാർ വേർബ്സ് ആണ്. ഇനി നമുക്ക് അവിടെയുള്ളത് ഹാവ് എന്നുള്ള പ്ലൂറൽ വെർബും ഉണ്ട്, ആറും ഉണ്ട്. ഇവിടെ ING ഫോം കിടക്കുന്നത് കാരണം നമുക്ക് യാതൊരു സംശയവും വേണ്ട, ആരെ മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ആർ എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ നെയ്തർ ജോൺ നോർ ഹിസ് ബ്രദേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. എയ്തർ യു ഓർ ഐ ഡാഷ് റെഡി ഫോർ ഇറ്റ്. എയ്തർ യു ഓർ ഐ ഡാഷ് റെഡി ഫോർ ഇറ്റ്. ഇവിടെ ആരെ വെച്ചാ കണക്ട് ചെയ്തിരിക്കുന്നത്? എയ്തർ ഓർ കൊണ്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സെക്കൻഡ് സബ്ജക്റ്റ് ആയ ഐയോടാണ് എഗ്രി ചെയ്യേണ്ടത്? വെർബ് എഗ്രി ചെയ്യേണ്ടത്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഐയോട് എഗ്രി ചെയ്യണമെങ്കിൽ നമ്മുടെ ആൻസർ ആരായിരിക്കണം? ആം ആയിരിക്കണം. അപ്പൊ നമ്മുടെ ആൻസർ എയ്തർ യു ഓർ ഐ ആം റെഡി ഫോർ ഇറ്റ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. നെയ്തർ സുമേഷ് നോർ രമേഷ് ഡാഷ് കമ്മിങ്. നെയ്തർ സുമേഷ് നോർ രമേഷ് ഡാഷ് കമ്മിങ്. ഇവിടെയും നമ്മൾ നെയ്തർ നോർ കൊണ്ട് കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് സബ്ജക്റ്റ് ആയ രമേഷിനോടാണ്. രമേഷ് എന്നുള്ളത് സിംഗുലാർ ആണ്. സോ രമേഷിനോടാണ് നമ്മൾക്ക് വെർബ് എഗ്രി ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെർബ് സിംഗുലാർ ആയിരിക്കണം. ഇവിടെ ING ഫോമും കൂടെ വന്നതുകൊണ്ട് നമുക്കറിയാം ഇവിടെ ആൻസർ ആരേ വരുവുള്ളൂ? ഈസ് എന്നുള്ളതേ വരുവുള്ളൂ. അപ്പൊ നെയ്തർ സുമേഷ് നോർ രമേഷ് ഈസ് കമ്മിങ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം. നെയ്തർ ദ സോൾജിയേഴ്സ് നോർ ദെയർ കമാൻഡർ ഡാഷ് ടു ബ്ലെയിം. നെയ്തർ ദ സോൾജിയേഴ്സ് നോർ ദെയർ കമാൻഡർ. ഇവിടെയും നെയ്തർ നോർ. So neither the soldiers nor their commander. Singular subject. So verb ആരായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ആറിനെ നമ്മൾ ആദ്യം തന്നെ ക്യാൻസൽ ചെയ്തു. ആസിനെയും നമുക്ക് ആമിനെയും ക്യാൻസൽ ചെയ്യാം, കാരണം ആമയുടെ കൂടെ. ഇനി ടു ബ്ലെയിം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയുമ്പോൾ അത് വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വാസ് പറ്റില്ല. സോ നമ്മുടെ ആൻസർ ഈസ് ടു ബ്ലെയിം എന്നുള്ളതാണ്. Okay. Neither the teacher nor the student dash come. Neither the teachers nor the student dash come. ഇവിടെയും നമുക്കറിയാം സെക്കൻഡ് സബ്ജക്റ്റ് ദ സ്റ്റുഡന്റ് എന്നുള്ള സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെർബും സിംഗുലാർ ആയിരിക്കണം. സോ ഹാസ് ആണോ ഈസ് ആണോ? ഹാവും ആറും നമുക്ക് ആദ്യം തന്നെ കളയാം. ഇനി ഹാസും ഉണ്ട്, ഈസും ഉണ്ട്. തീർച്ചയായിട്ടും കം എന്നുള്ളത് വെർബിന്റെ V3 ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കേണ്ട ആൻസർ ഹാസ് എന്നുള്ളതാണ്. സോ നെയ്തർ ദ ടീച്ചേഴ്സ് നോർ ദ സ്റ്റുഡന്റ് ഹാസ് കം. അടുത്തത് സെലക്ട് ദ സെന്റൻസ് വിച്ച് ഈസ് ഗ്രമാറ്റിക്കലി കറക്റ്റ്. 4 സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ളത് സബ്ജക്റ്റ് ആൻഡ് വെർബ് എഗ്രിമെന്റ് എന്നുള്ള കോൺകോഡ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുള്ള സെന്റൻസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 സെന്റൻസും വായിച്ചു നോക്കാം അല്ലെ. നോക്കിയാലോ നമുക്ക്. എയ്തർ ദ മാനേജർ ഓർ ഹിസ് അസിസ്റ്റൻസ് ഫെയിൽഡ് ഇൻ ദെയർ ഡ്യൂട്ടി. അടുത്തത് എയ്തർ ദ മാനേജർ ഹിസ് അസിസ്റ്റൻസ് ഫെയിൽഡ് ഇൻ ദെയർ ഡ്യൂട്ടി. മൂന്നാമത്തത് എയ്തർ ദ മാനേജർ ഓർ ഹിസ് അസിസ്റ്റൻസ് ഫെയിൽഡ് ഇൻ ഹിസ് ഡ്യൂട്ടി. നാലാമത്തത് എയ്തർ ദ മാനേജർ നോർ ഹിസ് അസിസ്റ്റൻസ് ഫെയിൽഡ് ഇൻ ദെയർ ഡ്യൂട്ടി. സോ ഈ 4 സെന്റൻസുകളും വളരെ വ്യക്തമായിട്ട് വായിച്ചു നോക്കുമ്പം നമുക്കറിയാം ഈ സെക്കൻഡ് സെന്റൻസിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം അവിടെ എയ്തർ ദ മാനേജർ എന്ന് കഴിഞ്ഞിട്ട് ആരെ ചേർത്തിട്ടില്ല? ഓർ എന്ന് കൊടുത്തിട്ടില്ല. നമ്മൾ എപ്പോഴും 2 സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എയ്തർ ഓർ കൊടുക്കണം. അപ്പൊ സെക്കൻഡ് സെന്റൻസിൽ ആരില്ല? ഓർ എന്നുള്ളത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് പറയാം ഈ ഒരു സെന്റൻസ് ഗ്രമാറ്റിക്കലി കറക്റ്റ് അല്ല. ഇനി ഫോർത്ത് സെന്റൻസിലേക്ക് ഒന്ന് നോക്കിക്കേ. എയ്തർ കൊണ്ടാണ് സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത്. എയ്തറിന്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്യാവുന്നത് ഓർ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ആരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? നോർ എന്നാണ്. അതുകൊണ്ട് തന്നെ ഫോർത്ത് സെന്റൻസും ഗ്രമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഇനി ഫസ്റ്റ് സെന്റൻസ് ആണോ സെക്കൻഡ് സെന്റൻസ് ആണോ?
ഫസ്റ്റ് സെന്റൻസ് ആണോ തേർഡ് സെന്റൻസ് ആണോ? രണ്ടിലുമുള്ള ആകെയുള്ളൊരു വ്യത്യാസം ഇവിടെ ഒരു ദെയർ ആണ്, ഇവിടെ ഒരു ഹിസ് ആണ്. ഇതാണ് രണ്ട് സെന്റൻസുകളും തമ്മിൽ ഇവിടെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഏതാണെന്ന് നോക്കാം. എയ്തർ ഓർ കൊണ്ട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ വെർബും മറ്റുള്ള കാര്യങ്ങളെല്ലാം സെന്റൻസിൽ എഗ്രി ചെയ്യേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനോടാണ്. സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണല്ലേ, ഹിസ് അസിസ്റ്റൻസ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം പ്ലൂറൽ ഫോമിലുള്ളത് തന്നെ ആയിരിക്കണം. ഇവിടെ അപ്പം ഹിസ് ഉപയോഗിച്ചു, അതുകൊണ്ട് അത് പറ്റില്ല. സോ നമ്മുടെ ആൻസർ എയ്തർ ദ മാനേജർ ഓർ ഹിസ് അസിസ്റ്റൻസ് ഫെയിൽഡ് ഇൻ ദെയർ ഡ്യൂട്ടി. ഓക്കെ, ദെൻ നെയ്തർ സിനു നോർ റിനു ഡാഷ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. നെയ്തർ സിനു നോർ റിനു dash the answer to this question. No, knows, none, none of this. ഇവിടെ രണ്ട് സബ്ജക്ട്സും സിംഗുലാർ ആണെങ്കിൽ പോലും നമ്മൾ രണ്ടുപേരെയും നോക്കേണ്ട കാര്യമില്ല, രണ്ടാമത്തെ ആളെ മാത്രം നോക്കുക, അത് സിംഗുലാർ. അതുകൊണ്ട് തന്നെ സിംഗുലാർ വെർബായ നോസിനെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ കൂടുതലും നെയ്തർ നോർ കൊണ്ട് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. PYQs ആണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം. അപ്പൊ തന്നെ നിങ്ങൾക്കറിയാം നെയ്തർ നോർ കൊണ്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പം ഈ 5 എണ്ണത്തിൽ ഏതാണെങ്കിലും ഒരേ റൂള് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ എണ്ണം പഠിച്ചാലും നമുക്ക് ഇതിനെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ പറഞ്ഞ കോൺകോഡിലെ ഈ ഒരു റൂള് വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഇവരെ 5 പേരെയും മറക്കാതിരിക്കുക. ഇവരിൽ 5 പേരിൽ ആരെ വെച്ച് 2 സബ്ജക്ട്സിനെ കണക്ട് ചെയ്താലും എപ്പോഴും വെർബ് രണ്ടാമത് എഴുതിയിരിക്കുന്ന സബ്ജക്റ്റിനോട് എഗ്രി ചെയ്യണം. സോ അപ്പം ഇതുപോലെ ഉപകാരപ്രദമായ പ്രയോജനപ്രദമായ മറ്റു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു ഓൾ.